അതായത് സംസ്ഥാന അധ്യക്ഷൻ അരുൺ സേവരെ അടക്കം അവിടെ ഉണ്ടായിരുന്ന വനിതാ KSU പ്രവർത്തകരെ അടക്കം ഇപ്പോൾ പോലീസ് ജീപ്പിലേക്ക്, പോലീസ് വാഹനത്തിലേക്ക് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. അങ്ങനെ 1.5 മണിക്കൂറോളമായി തലസ്ഥാനത്തെ പ്രക്ഷുബ്ധമാക്കിയ KSU മാർച്ചിന് ഏറെക്കുറെ സമാപനമാകുന്നു. പരമാവധി രീതിയിൽ അവർ പ്രതിഷേധിച്ചു, പോലീസിനെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു, കല്ലെറടക്കം ഉണ്ടായി. നിയമസഭയ്ക്ക് മുന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന സമരം പെട്ടെന്ന് ട്വിസ്റ്റ് അടിച്ച് യൂട്ടേൺ സെക്രട്ടേറിയറ്റിലേക്ക് മുമ്പിലേക്ക് ഇരച്ചു വരികയായിരുന്നു. വഴിനീളെ ഫ്ലക്സുകളടക്കം കയറി. പോലീസ് അതിക്രമത്തിനെതിരെയുള്ള KSUവിന്റെ പോരാട്ടം, KSUവിന്റെ പ്രതിഷേധം തലസ്ഥാനത്ത് സംഘർഷഭരിതമായിരുന്നു. 16 തവണയാണ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത്. അങ്ങനെ ക്ഷമിച്ചും സഹിച്ചും നിന്ന പോലീസ് സെക്രട്ടേറിയറ്റിലേക്ക് കാര്യങ്ങൾ എടുത്തതോടുകൂടി അറസ്റ്റ് അടക്കമുള്ള കടുത്ത പോലീസ് നടപടികളിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ സംസ്ഥാന അധ്യക്ഷനെ അടക്കം ഇപ്പോൾ പോലീസ് വാഹനത്തിൽ കയറ്റിയിരിക്കുന്നു. ഷഫീദ് റാവുത്തർ ചെയ്തു. ഷഫീദ്, അവശേഷിച്ചിരുന്ന വനിതാ പ്രവർത്തകരും അവിടെ നിന്ന് നീക്കി. ഈ പറഞ്ഞതുപോലെ പ്രതിഷേധം, ഈ രംഗം അതൊക്കെ ശാന്തമാകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? പ്രതിഷേധം ഏറെക്കുറെ അവസാനിച്ചോ? കുന്നംകുളത്തെ വടക്കാഞ്ചേരിയിലെ തൊടുപുഴയിലെ അടൂരിൽ അങ്ങനെ എണ്ണിയാൽ തീരാത്തത്രയും പോലീസ് അതിക്രമങ്ങളെ ചൂണ്ടിക്കാട്ടി KS യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ നടന്ന പോലീസ് അതിക്രമങ്ങളെ ചൂണ്ടിക്കാട്ടി, അതിനപ്പുറത്തേക്ക് പോലീസ് അതിക്രമങ്ങൾ പ്രതിഷേധിച്ചവർക്കെതിരെ നടന്ന പോലീസ് കയ്യാങ്കളിയെ ചൂണ്ടിക്കാട്ടി, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉയർത്തി KSU പ്രവർത്തകർ ഇന്ന് നിയമസഭയ്ക്ക് മുന്നിൽ നടത്തിയ മാർച്ച് ഒടുക്കം സംഘർഷഭരിതമായിരിക്കുന്നു. തിരികെ സെക്രട്ടറിയിൽ എത്തിയതോടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് നീക്കിയിരിക്കുന്നു. ഇപ്പോൾ സലീം മാലിക് നമ്മോട് ചെയ്യുന്നു. സലീം, അലോഷ്യസ് സേവർ അടക്കമുള്ള നേതാക്കളെ ഒപ്പം വനിതാ പ്രവർത്തകരെയും പോലീസ് വാഹനത്തിലേക്ക് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതിഷേധം ഏറെക്കുറെ അവസാനിച്ചു എന്ന് പറയാനാകുമോ? സുഹേൽ, ഇപ്പോഴും ആ സമരം അവസാനിച്ചു എന്ന് പറയാൻ കഴിയില്ല. തീർത്തും അസാധാരണമായ ഒരു സമരമാണ് ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നിയമസഭയ്ക്ക് മുൻപിൽ നടന്ന മാർച്ച്, അത് സെക്രട്ടേറിയറ്റിലേക്ക്, നിയമസഭയിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പ്രവർത്തകർ മാർച്ച് ചെയ്തെത്തുക എന്നുള്ളത് സാധാരണഗതിയിൽ അങ്ങനെ പതിവുള്ളതല്ല. ആ നിലയിലൊരു അസാധാരണത്വം ഈ സമരവുമായി ബന്ധപ്പെട്ടുണ്ട്. പലയിടങ്ങളിലായി പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ ഈ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയതിനു ശേഷമാണ് അതൊരു തെരുവ് യുദ്ധത്തിന് സമാനമായി മാറിയത്. സെക്രട്ടേറിയറ്റിലേക്ക് ഈ പ്രവർത്തകർ മാർച്ച് ചെയ്തെത്തുന്നതിനിടയിൽ താൽക്കാലിക ബാരിക്കേഡുകൾ ഉൾപ്പെടെ തയ്യാറാക്കിയിരുന്ന താൽക്കാലിക ബാരിക്കേഡുകൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് വന്നുകൊണ്ടായിരുന്നു ഇവരുടെ സമരം. അതിനുശേഷം അത് സെക്രട്ടേറിയറ്റിന്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് ഇട്ടു. അതിന് പിന്നാലെ ഈ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയ പ്രവർത്തകരെ പോലീസ് തടയുന്ന സ്ഥിതി ഉണ്ടായി. പിന്നാലെ പല ഗേറ്റുകളിലൂടെ പ്രവർത്തകർ അകത്തേക്ക് കയറാൻ ശ്രമിച്ചതോടുകൂടി പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ എന്ന നിലയിലേക്ക് കൂടി കാര്യങ്ങൾ പോയി. പിന്നാലെ കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.